കുഞ്ഞാമ്പ് വരുന്നുണ്ട്, കുഞ്ഞാമ്പ് വരുന്നുണ്ട്. മക്കളെ ഒന്ന് ഒതുങ്ങിക്കേ. കുഞ്ഞാമ്പുക്കൈ മീൻകൊട്ട നിറച്ചോട്ടെ. ഇരേ ഒന്ന് താങ്ങിക്കേ. കുന്നുമ്മ ശാന്തി ഉണ്ടോ? ശാന്തി ഇപ്പൊ അക്കരക്ക് അങ്ങാടിക്കൊക്കെ വരത്തുണ്ട? മീൻ ലേശം ചീഞ്ഞിട്ടുണ്ടല്ലോ കുഞ്ഞാമ്പ്. അയില ആവുമ്പോ ലേശം ചീഞ്ഞാല അതിന്റെ ടേസ്റ്റ് ഇല്ല ശാന്തേ? അല്ല വേലായുധ മൂപ്പർ ഇപ്പോഴും ശാന്തൻ അവിടെ തന്നെ കിടപ്പ്? മുള്ളംകൊല്ലിയിൽ ഉശിരല്ല ആണുങ്ങൾ വേറെയും ഉണ്ട്. ആരാ നീയാ മുള്ളംകൊല്ലിയിൽ ഉശിരുള്ള ആണ്? അയ്യടാ ഈ മസിലും പെരുപ്പിച്ച് വഷളത്തം വിളമ്പാന്നല്ലാണ്ട് വേലായുധന്റെ നിഴല് കണ്ട മുക്കറയിലൂടെ പോത്തെ നീയൊക്കെ. എടി അവന്റെ കൂടെ കിടക്കുന്നതിന്റെ മൂച്ച് കിരീരാവനോട് എടുത്തോണ്ടല്ലോ. എടുത്താ നീ എന്തുണ്ടാക്കാനാടാ? മുള്ളംകൊല്ലി ചങ്കച്ചോരെയുള്ള ആണുങ്ങളുണ്ടേ വന്നോ? അതെ ഒന്ന് നിർത്തണ്ട നിങ്ങള്. ഭാര്യ ആളുകളുടെ തോണിയില് നീ പോയിട്ടെന്തായി? വില്ലേജ് ഓഫീസറല്ല മറ്റന്നാ ചെല്ലാൻ പറഞ്ഞു. നോക്കി നടക്കടി. അല്ല ഈ ഇപ്പൊ പണ്ടത്തെ 4ാം ക്ലാസ്സിലെ ബെഞ്ചിമ കുത്തിരുന്ന് എന്നെ പ്രേമിക്കാനല്ലേ? ഏതോ ജാനകിക്ക് ഇപ്പൊ 4 പഠിക്കുന്ന കുട്ടിയായി. വെറുതെ ആണ് നാട്ടുകാര് പറയണേ. അനക്ക് നല്ലോപോലെ ഒരു പെണ്ണൊക്കെ കെട്ടി ജീവിച്ചൂടെ? അതിന് വേലായുധൻ ആര് പെണ്ണ് തരാൻ പതുക്ക? ഈ പൊന്നാണി പോയി മുട്ട അടിച്ച് തൊപ്പിട്ട് വാ. അനക്ക് പെണ്ണ് എത്രമാണ് നമ്മൾ തരാം. കുഞ്ഞാമ്പ് എത്തി, കുഞ്ഞാമ്പ് എത്തിപ്പോയി. വന്നോളി വന്നോളി. എന്താ നല്ല പെട്ടക്കണ സൈസ് ആയില്ലേ? വേണ്ടോര് വാങ്ങിയാ മതി. കുറച്ച് എന്താത് കഥ? ഉണ്ണിയാര് സ്വന്തം കായലവാക്കിട്ട് പീടിയേക്ക് ബോർഡ് വെക്കേ? 250 റുപ്യ ചൊള പോലെ എണ്ണി കൊടുത്തത്. ആ അതിനെന്താ എഴുത്തൊക്കെ അതിന് മാത്രം ജോറായിട്ട് കൂട്ടിക്കോളി. അല്ല അതിന്റെ താഴത്തെന്താ തമിഴ? ഏതായാലും ചെലവാക്കുമ്പോ അതിന്റെ ഒരു കുറവ് വേണ്ടാന്ന് കൂട്ടി. അതെ തമിഴന്മാർക്ക് കൂടി തോന്നിക്കൊടുന്ന അവരുടെ സ്വന്തം സ്ഥലമാണ്. ഏത് കൂപ്പിൽ പണിക്ക് വരുന്ന ഹറാം പറഞ്ഞ ജാതികൾക്കാണ് സ്വന്തം സ്ഥലമാണെന്ന് തോന്നിക്കേണ്ടത്? തമിഴ്നാട്ടിൽ അലമ്പുണ്ടാക്കിയിട്ട് അവരവിടുന്ന് അടിച്ചോടിച്ചതാ ഇവറ്റകളെയൊക്കെ. ഈ ബോർഡൊന്നും ഇവിടെ വെക്കണ്ട. സതീശ നീ ആ കോണിമെന്ന് ഇറങ്ങിക്കോ. പോരുമ്പോ ബോർഡും കൂടെ എടുത്തോ. ഞാൻ 10-250 റുപ്യ ചെലവാക്കിയതാ. ബുദ്ധിമുട്ടുണ്ടാക്കണം. എന്തിനാ ഉണ്ണിയാരും ഇങ്ങനെ ആവശ്യമില്ലാത്ത പാഴ്ചെലവ്? ഇവിടെ ഇപ്പൊ എന്താ ഇതിന്റെ ആവശ്യം? അത് പറ. വേറെ ഹോട്ടലൊന്നും ഇല്ലല്ലോ ഇവിടെ മത്സരിക്കാൻ. ബോർഡൊന്നും വേണ്ട. തമിഴ് ബോർഡ് എന്തായാലും വേണ്ട. വേണ്ട 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 ഒന്നേ അല്ല വരായതാ ഈ കാണിക്കുന്നത് മഹാപൂക്കിരിത്തരൽ. അയാളാ ബോർഡ് അവിടെ വെച്ചാ നടക്കണ്ട. എന്താ മീന്? അത് നല്ല പടക്കണ ജാതിയായില്ലേ? ഇത് പറ. അത് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി ഇത് നോക്കട്ടെ. ഇതാണാ പിടയ്ക്കണ സൈസ് ആയില്ല? ഒന്ന് പിടപ്പിച്ച് കാണിക്ക്. അല്ല അതിപ്പോ ലേശൊരു വാട്ടുണ്ട്. പുറം കളിയിൽ നിന്ന് പിടിക്കണതല്ലേ, കരക്കെത്തണ്ടേ? ചീഞ്ഞ മീനും കൊണ്ട് പുഴ കടന്ന് ഇക്കരെ വരണ്ടാന്ന് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടോ? ആ അതുണ്ട്. ആ എന്നാ ഈ മീനെ ഇവിടെ വിൽക്കണ്ട. അയ്യോ വേലായുധ കുഞ്ഞമ്മക്കാന്റെ വയറ്റത്തടിക്കല്ലേ? വയറ്റത്തല്ല, തലമണ്ട പൊട്ടിക്കേണ്ട പണിയായത്. വേണോ മോനെ വേലായുധനൊക്കെ അങ്ങോട്ടോക്ക്. അല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ പിള്ളേർക്ക് തൂറിലും ഛർദി ഒഴിഞ്ഞ് നേരമില്ല. ഇനി അമോണിയം ഇട്ട മീൻ കൂടെ തിന്നാ റെഡിയായി. അടി പിന്നാലെ പോയിട്ടൊന്നും ഒരു കാര്യമില്ല കുഞ്ഞാമു. വടി കുത്തി വെച്ച ഉത്തരവ് ആയി കഴിഞ്ഞു. പിന്നെ മാറ്റമില്ല. ഞാൻ മീൻ വാങ്ങാൻ പോവാ. ഓള് വരണ്ടോ? ഉമ്മ നിങ്ങളെന്നെ വിളിച്ചീനോ? ലീല ഓള് മീൻ വാങ്ങാൻ പോകാന്ന്. എന്നാ അയ്യും ചെല്ല്. ആ നല്ല വല്ല ഉണ്ടെങ്കിൽ വാങ്ങിയാ മതി. ലീല നിക്ക്, ഞാനും വരുന്നു. നിക്കടി, നിനക്കൊരു 2 മിനിറ്റ് കാത്തൊന്നൂടല്ലേ? ഒഴുക്കൽ വീണ ഇല പോലെ അവിടെ ഇവിടെയും തട്ടി നടന്ന് നിൽക്കരുത്. നേരെ പോവാ, മീൻ വാങ്ങാ, വീട്ടിലേക്ക് തിരിച്ചു പോരുക. അമ്മയുടെ ഓർഡർ. അരിയും പഞ്ചാര്
ഇത്ര നേരത്തെ കട പൂട്ടിയോ? സപ്ലൈ ഓഫീസിൽ സാധനം എടുക്കാൻ പോവാ. പോയിട്ട് നാളെ വാ. രാത്രി വിളക്ക് കത്തിക്കാൻ ഒരു ഇറ്റ് മണ്ണെണ്ണയില്ല കൃഷ്ണ. കുറച്ചെടുത്ത് തന്നിട്ട് പോ. നിങ്ങൾ കിടന്നോ, ഞാൻ വന്നോളാം. പിന്നെ വരുമ്പോ 5 റുപ്യക്ക് മീൻ വാങ്ങിയിട്ട് വന്നാ നന്നായിരുന്നു. കൂട്ടാൻ വെക്കാൻ ഒന്നുമില്ല. എന്തിനാ 5 രൂപയ്ക്ക് ആക്കുന്നു? 10 രൂപയ്ക്ക് ആയിക്കോട്ടെ, പാതി വറക്കുകയും ചെയ്യാലോ. കുശാല ആയിക്കോട്ടെ. അച്ഛൻ കള്ള് ഷോപ്പിലേക്കുള്ള പോക്കാ അല്ലേ അമ്മ? വാ, നീ വേഗം നട. ജാനകിയെ ആ, നീ എങ്ങോട്ടാ? മീൻ വാങ്ങാൻ പോവാ. ലീലേച്ചി 5 രൂപയുടെ മീൻ ഞങ്ങൾക്കും കൂടെ വാങ്ങാം. ഇവളുടെ വർത്താനം കൊണ്ട് ഞാൻ തോറ്റു. മീൻ വേണം, ഞാൻ കൊണ്ടുതരാം. വേണ്ട, നീ പൊയ്ക്കോ. കൃഷ്ണേട്ടൻ വരുമ്പോ കൊണ്ടുവരും. ശരി. അച്ഛൻ കൊണ്ടുവന്നിട്ട് മീൻ കൂട്ടിയത് തന്നെ. മീൻ കൂട്ടിയില്ലെങ്കിൽ എന്താ? നമ്മുടെ ബുദ്ധിമുട്ടുകളൊന്നും ബാക്കിയുള്ളവരെ അറിയിക്കരുത്, മനസ്സിലായോ? ചീഞ്ഞ മീൻ മതി എന്നുള്ളവരത് വാങ്ങിക്കോട്ടെ. വിൽക്കണ്ട പറയാൻ അവനാരാ? അതെ, എന്താ സംഗതി? മീൻ കുട്ടിയെ മേലെ വടി കുട്ടിച്ചണ്ടില്ലേ? വിൽക്കാൻ പാടില്ല എന്ന് വേലായുധന്റെ വിലക്ക. ഓഹോ, അത്രയ്ക്ക് ചീഞ്ഞിട്ടൊന്നുമില്ല. ഇതവന്റെ തോന്നിയാസാ. ആണ് ലേസർ വാട്ടുണ്ട്. അതിപ്പോ പുറം കടലിൽ പിടിക്കണതല്ലേ. അത് കരക്കെത്തിച്ച് അവിടുന്ന് ചന്തയിലെത്തി ഇന്നത്തൊക്കെ അവന്റെ വെള്ളയിൽ കിട്ടാൻ. മെമ്പർ എത്തി. ഇനി ഇതങ്ങ് കൊഴുക്കും. വാ, നമുക്ക് അങ്ങോട്ട് നിൽക്കാം. എന്താണോ പ്രശ്നം? വേലായുധ മീൻ വിൽക്കുന്നത് തടഞ്ഞ 100-300 റുപ്യന്റെ മീനാ ചെറിയ പേരെ ആ കൊട്ടയില്. അത് വിൽക്കരുതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനാ? ഹോട്ടലിൽ ഒരു ബോർഡ് എഴുതിച്ചത് വെക്കാൻ സമ്മതിച്ചില്ല. അതിന്റെ ന്യായം ചോദിച്ചു ചെന്നതിനാ കുഞ്ഞാമൊരു ടീ താങ്ങ്. ഓനെ അങ്ങനെ വിട്ടാ പറ്റൂല. നിങ്ങളെന്നൊരു വൈ പറയും മെമ്പറെ. അത് എന്തിനാ ഇപ്പം മെമ്പർ തന്റെ ചായക്കടയിൽ നിന്ന് ഒരുപടല പഴം എടുത്തപ്പോ താൻ എന്താ പറഞ്ഞ? കാശ് വെച്ചിട്ട് പോവാൻ അനുഭവിച്ചോ? അല്ലെങ്കിൽ മെമ്പർ പറഞ്ഞ ഇവിടെ ആർക്കും ഒരു വിലയില്ല. ഊരും പേരും ഇല്ലാത്ത അവൻ പറഞ്ഞ കൈയും കെട്ടിയത് കേട്ടോളൂ. നിങ്ങളൊക്കെ തന്നെ അവനെ ഈ വഷളാക്കിയത്. അവൻ പറയുമ്പോ നിങ്ങൾ എന്തിനാ അനുസരിക്കുന്നത്? ആ കമ്പെടുത്ത് കളഞ്ഞ് മീൻ വെക്കാൻ നോക്കൂ. അതിൽ നിന്ന് ഒറ്റ മീൻ എടുത്ത് വിറ്റ് തന്നെ തലക്കടിച്ച് കൊല്ലെന്ന് പറഞ്ഞാൽ പോയത്. പുതുശ്ശേരി ചെറിയ നമ്പ്യാരല്ലോ പറഞ്ഞത് കമ്പെടുത്ത് കളഞ്ഞ് മീൻ വിൽക്കാൻ. എന്നാ കീരി എന്നാ എടുത്തോണ്ട് കള. എടുത്ത് കളഞ്ഞേക്കട്ടെ. എടുത്ത് കളകേരിയെ ഞങ്ങളൊക്കെ കൂടെ ചെല്ലുകേരിയെ ഇന്ന് രണ്ടിലൊന്നും അറിയണം. വേലായുധന്റെ പതാക എടുത്തു കളഞ്ഞാ എന്താ ഉണ്ടാവുമെന്ന് നോക്കാലോ. എന്തെങ്കിലുമൊക്കെ ഒരു നടക്കും. എന്താ ഈ കുണ്ടായിസ, നിന്നോട് ഈ മുണ്ടിങ്ങനെ കയറ്റി കുത്തരുന്ന് പറഞ്ഞിട്ടില്ലേ? നിനക്കിനി ടൗസർ മതി. അങ്ങനെ കീരിക്ക് കൊണ്ടുപോയി. ചെറിയമ്പേരും മുള്ളംകൊല്ലി മഹാരാജാവും കൂടി അടിച്ചാലേ ആര് ജയിക്കും? നീ പറ. എന്താ ഗോപിനാഥൻ നമ്പ്യാര് മീൻ വാങ്ങിക്കാൻ ഇറങ്ങിയതാ? ഈ മീൻ ഇവിടെ വിൽക്കേണ്ടെന്ന് ഞാനാ പറഞ്ഞത്. ഇനിയിപ്പോ പുതുശ്ശേരി ചെറിയമ്പേര് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കും കേട്ടോ. പക്ഷെ വേലായുധനെ തല്ലി തോപ്പിക്കണം. വേലായുധനെ ആരെങ്കിലും തല്ലി തോപ്പിച്ചാൽ മതി, പ്രശ്നം തീർന്നു. നമ്പ്യാരെ ഒന്നും മുട്ടി നോക്കിയാലോ. നമ്മൾ രണ്ടുപേരും കൂടെ തല്ലിയാൽ ആര് ജയിക്കുന്നുള്ളത് മുള്ളംകൊല്ലിയിലെ ദേശീയ പ്രശ്നമാണ്. വാ നമ്പ്യാരെ, ഇതൊക്കെ ഒരു രസമല്ലേ? ഒന്ന് മുട്ടി നോക്കാന്നേ. നമ്പ്യാർ കളിച്ച് രസിക്കുന്ന പ്രായം വിട്ടുപോയടോ. നീ കളിക്ക്, ഞാൻ കണ്ട് രസിക്കുന്നുണ്ട്. ഓ